മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിക്ക് ജയം. 1,71,038 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ജയം. LDF സ്ഥാനാർത്ഥി 3,44,287 വോട്ടുകൾ നേടി. BJPക്ക് നില മെച്ചപ്പെടുത്താനായില്ല. വിശദാംശങ്ങളുമായി PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, അവസാന നിമിഷത്തിലെ എല്ലാ കണക്കുകളും പൂർണ്ണമാകുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ നില എത്രത്തോളം ഭൂരിപക്ഷത്തിൽ വിജയിക്കാനായിട്ടുണ്ട്, ഒപ്പം മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ ഒക്കെയും കൂടി? പ്രജീഷ്, 1,71,038 വോട്ടുകൾക്കാണ് PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് വിജയിച്ചിരിക്കുന്നത്. മലപ്പുറം ലോക്സഭാ മണ്ഡലം UDF നിലനിർത്തി. എന്നാൽ അതിൽ ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇ അഹമ്മദ് നേടിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി PK കുഞ്ഞാലിക്കുട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. നേരത്തെ പ്രചാരണ ഘട്ടങ്ങളിലൊക്കെ ആ ഭൂരിപക്ഷത്തിലേക്ക് UDF എത്തും, PK കുഞ്ഞാലിക്കുട്ടി ഇ അഹമ്മദിന്റെ ഭൂരിപക്ഷം നേടും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ഈ മണ്ഡലത്തിൽ UDF അവകാശവാദം ഉന്നയിച്ചിരുന്നത്. അതിന് നിരവധിയായ ഘടകങ്ങൾ ഉണ്ടായിരുന്നു അത്തരമൊരു വിശദീകരണത്തിന്. SDPയുടെയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ മണ്ഡലത്തിലെ പൊതു വോട്ട് വർദ്ധിച്ച ഘടകം, ഇ അഹമ്മദ് അന്തരിച്ച ഒരു സഹതാപ തരംഗം ഉള്ള ഒരു ഘട്ടം. അതുകൊണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം ഒരുപക്ഷെ ഇ അഹമ്മദിനേക്കാൾ കടന്നു പോകും എന്നൊക്കെയായിരുന്നു UDF കേന്ദ്രങ്ങളുടെ ഒരു പൊതു പ്രതീക്ഷ. എന്നാൽ അതിലേക്ക് എത്തിയിരുന്നില്ല. എങ്കിലും മികച്ച വിജയം തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി ഈ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ആരംഭിച്ച് രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ച് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയായിരുന്നു. ഏതാണ്ട് 4 മണിക്കൂർ നീണ്ട പ്രക്രിയയായിരുന്നു. ഈ ഘട്ടത്തിൽ എല്ലാം PK കുഞ്ഞാലിക്കുട്ടി വലിയ ലീഡ് നേടുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഉണ്ടായിരുന്നത്. PK കുഞ്ഞാലിക്കുട്ടിക്ക് ആകെ പോൾ ചെയ്തതിൽ 55,15,325 വോട്ടുകൾ ലഭിച്ചു. LDF സ്ഥാനാർത്ഥി MP ഫൈസലിന് 3,44,287 വോട്ടുകളാണ് ലഭിച്ചത്. BJP സ്ഥാനാർത്ഥിക്ക് 65,662 വോട്ടുകൾ ലഭിച്ചു. നോട്ടയാണ് 4ാം സ്ഥാനത്തുള്ളത്. 4,098 വോട്ടുകളാണ് നോട്ടയ്ക്ക് ലഭിച്ചത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം LDF വോട്ടിംഗ് നിലയിലുണ്ടാക്കിയ മുന്നേറ്റമാണ്. 2014 തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടിനേക്കാൾ 1 ലക്ഷത്തിലധികം വോട്ടുകൾ LDF ഇത്തവണ ലഭിച്ചു. 2014 LDFന് ഈ മണ്ഡലത്തിൽ ലഭിച്ചിരിക്കുന്നത് 2,42,984 വോട്ടുകളായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ആ വോട്ടിംഗ് നില വർദ്ധിച്ച് 3,44,287 എന്ന സംഖ്യയിലേക്ക് എത്തി. അതായത് 1 ലക്ഷം വോട്ടുകളുടെ വർധനവാണ് LDFനുണ്ടായിരിക്കുന്നത്. UDFനും വോട്ടിംഗ് നിലയിൽ വർധനവുണ്ടായിട്ടുണ്ട്. അതേസമയം BJP ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പിറകോട്ട് പോയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി. BJP വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കുമെന്നായിരുന്നു BJPയുടെ നേതാക്കളൊക്കെ പ്രഖ്യാപിച്ചിരുന്നത്. മണ്ഡലത്തിൽ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്താണ് BJPയുടെ ദേശീയ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ പ്രചാരണം നടത്തിയത്. വർഗീയത ലക്ഷ്യമിട്ടുകൊണ്ട്, വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ BJP നടത്തിയിരുന്നു. എന്നാൽ അതിനെയൊക്കെ മലപ്പുറം ജനത തള്ളിക്കളഞ്ഞു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 64,705 വോട്ടുകളാണ് BJPക്ക് ഉണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ആ വോട്ട് 65,662 എന്ന് പറയുന്ന ഒരു വളരെ ചെറിയ മുന്നേറ്റം മാത്രമാണ് BJPക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJPക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടതെന്ന് പറയേണ്ടി വരും. പ്രജീഷ്, കുട്ടൻ, പൊതുവെ വിലയിരുത്തുമ്പോൾ, കാരണം തുടക്കം മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കുന്ന സമയം മുതൽ തന്നെ വളരെ കൗതുകകരമായ ഒരു തെരഞ്ഞെടുപ്പിലും കാണാത്ത രീതിയിൽ ആ ഒരു ഭൂരിപക്ഷത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവിടെ കഴിഞ്ഞ റെക്കോർഡ് ഇ അഹമ്മദ് മുന്നോട്ട് വെച്ച റെക്കോർഡ് ഭൂരിപക്ഷം മറികടക്കുമോ? അതുതന്നെയായിരുന്നു. കാരണം എല്ലാ ലീഗ് നേതാക്കന്മാരും അവകാശപ്പെട്ടത് പ്രതികൂലമായ അടിയൊഴുക്കുകൾ ഒന്നുമേയില്ല. അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായ ഘടകങ്ങൾ മാത്രമാണ്. പക്ഷേ ഇത് തികച്ചും ഒരു വിജയത്തിളക്കമാർന്നതാണ്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ വെൽഫെയർ പാർട്ടി, SDPI കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ ഗണ്യമായ രീതിയിൽ വോട്ട് സമാഹരിച്ച 2 കക്ഷികൾ, ഇവരെ മത്സരരംഗത്ത് മാറി നിൽക്കുന്നു. തികച്ചും ഇവരുടെ വോട്ട് ലീഗ് ക്യാമ്പിലേക്ക്, ലീഗിൻ്റെ ആവനാഴിയിലേക്ക് മാറുന്നു. ഇതൊക്കെ ആയിട്ടുകൂടി കണക്കുകളുടെ കാര്യത്തിൽ കുട്ടൻ മടങ്ങിയെത്താം. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ സംസാരിക്കുന്നു. തത്സമയം അതിലേക്ക് വരാം, അല്പസമയത്തിനകം എത്താം. കുട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കണക്കുകളിൽ നിന്നും കണക്കുകൾ പരിശോധിക്കുമ്പോൾ അടിയറവ്
എവിടെയാണ് പറ്റിയത്? ഈ കണക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരം കാരണം കൊട്ടിഘോഷിക്കപ്പെട്ട കണക്കുകളായിരുന്നു മുന്നോട്ട് വെക്കപ്പെട്ടത്. ഈ മാർജിൻ, ഈ റെക്കോർഡ് ഭൂരിപക്ഷം എന്ന് കടക്കാൻ കഴിയാത്ത വരുമ്പോൾ അവിടെ കണക്കുകൾ ആസ്പദമായി പറയാൻ കഴിയുന്നത് എങ്ങനെ? പ്രജേഷ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ പിടിച്ചത് 47,853 വോട്ടുകളാണ്. അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിക്ക് 29,216 വോട്ടുകൾ ഉണ്ടായിരുന്നു. ഈ രണ്ട് പാർട്ടികളും ഈ രണ്ട് സംഘടനകളും ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല. ഈ രണ്ടു പേരുടെയും വോട്ടുകൾ PK കുഞ്ഞാലിക്കുട്ടിക്ക് ആണ് എന്ന് അവർ ആദ്യം തന്നെ അവരുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായി. പിന്നീട് SDPIയിൽ നിന്നും പരസ്യമായി പിന്നോട്ട് പോയി, എങ്കിലും രഹസ്യമായി കുഞ്ഞാലിക്കുട്ടിയെ തന്നെ പിന്തുണക്കുന്ന നിലപാടാണ്. അവരുടെ രാഷ്ട്രീയ നിലപാടുകളിലും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ക്യാമ്പയിനുകൾക്കകത്തൊക്കെ SDPI ഉന്നയിച്ചിരിക്കുന്നത് ഈ വോട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് നൽകണം എന്ന തരത്തിൽ തന്നെയായിരുന്നു പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരുന്നത്. വെൽഫെയർ പാർട്ടിയും അത്തരത്തിൽ ഏകപക്ഷീയമായ പിന്തുണ തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടിക്ക് പ്രഖ്യാപിച്ചത്. ഈ രണ്ട് വോട്ടുകൾ കൂട്ടുമ്പോൾ ഏതാണ്ട് 70,000-ഓളം വോട്ടുകൾ മടങ്ങിയെത്താം. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. അതിലേക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. കുട്ടൻ, തുടരാം. ആ കണക്കുകൾ എങ്ങനെയാണ്? കാരണം ലീഗ് ക്യാമ്പിനെയും കുട്ടനിലേക്ക് മടങ്ങിയെത്താം. ദേശീയ തലത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി തെരഞ്ഞെടുപ്പിന് ശേഷം വിധി വരുമ്പോൾ പ്രമുഖ നേതാക്കളുടെ അടക്കം സ്ഥാനാർത്ഥി ആയിരുന്ന ആളുകളുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ വരുന്നു. ദേശീയ തലത്തിലുള്ള വർഗീയ ധ്രുവീകരണം മലപ്പുറത്തുണ്ടായില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വോട്ടർമാരോട് സ്നേഹം മാത്രമെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. വാക്കുകളിലേക്ക്. ദേശീയ രാഷ്ട്രീയം ആയതുകൊണ്ടാണ് BJPയുടെ കാര്യം പറയുന്നത്. കാരണം ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച BJP രാഷ്ട്രീയമല്ലേ. അത് ഈ ലിറ്ററേറ്റ്